പീരീഡ് കൺസെപ്റ്റാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഒരു കൺസെപ്റ്റ് പഠിച്ചിരുന്നു, ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. എന്നാൽ അതിൽ നിന്ന് എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൽ പറഞ്ഞിരുന്നു ഫോർസിയബിൾ ഫ്യൂച്ചർ, അതായത് കൗണ്ട് ചെയ്യാൻ പറ്റാത്ത അത്രയും കാലത്തേക്ക് ബിസിനസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ള രീതിക്കാണ് നമ്മൾ റെക്കോർഡ് ചെയ്തിരുന്നത്. അങ്ങനെയാണ് എങ്കിലും ഒരു പ്രോപ്പർ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഓരോ ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിലും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യണം എന്നാണ് അക്കൗണ്ടിംഗ് പീരീഡ് കൺസെപ്റ്റിൽ പറയുന്നത്. ഇറ്റ് ഈസ് സ്റ്റേറ്റ് ദാറ്റ് ലൈഫ് ഓഫ് എ ബിസിനസ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ഈക്വൽ ഷോർട്ട് ടൈം ഇൻ്റർവൽസ്, അതായത് ഈക്വൽ പീരീഡിലേക്കാണ്, ഓരോ പീരീഡും ഈക്വൽ മന്ത്സ് ആയിരിക്കണം. നോർമലി ഇന്ത്യയിൽ എന്ന് പറയുമ്പോൾ അത് 12 മന്ത്സ്, അതായത് 1 ഏപ്രിൽ ടു 31 മാർച്ച് ആണ്. അതേപോലെ അത് ഷോർട്ടും ആയിരിക്കണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു മെഷർ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് ആൻഡ് ടു പ്രിപ്പയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റാണ്. സെക്കൻഡ് പാരയിൽ പറയുന്നത് ബിസിനസ് റൺ ഫോർ മെനി ഇയേഴ്സ് ബട്ട് ഓണേഴ്സ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് നീഡ് റെഗുലർ റിസൾട്ട് നോട്ട് ഓൺലി അറ്റ് ദ എൻഡ് ഓഫ് ബിസിനസ് ലൈഫ്. ബിസിനസ് റൺ ചെയ്യുന്നത് കുറേ കാലത്തേക്കാണ്, പക്ഷേ ഓണേഴ്സിനായാലും സ്റ്റേക്ക് ഹോൾഡേഴ്സിനായാലും അവരുടെ റെഗുലർ റിസൾട്ട് അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ ആവശ്യമാണ്. അത് ബിസിനസ്സിന് എന്തിന് കിട്ടിയാൽ പോരാ. അതേപോലെ തന്നെ ടാക്സ് അതോറിറ്റീസിന് ഇയർ വൈസ് റിപ്പോർട്ട് ആവശ്യമാണ്. പിന്നെ ഒരു ബിസിനസ്സിന് തന്നെ അതിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും ഫിനാൻഷ്യൽ പൊസിഷനൊക്കെ ഈ വർഷത്തേനോ കഴിഞ്ഞ വർഷത്തേക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ആവശ്യമാണ്. അതുതന്നെയാണ് വീണ്ടും ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് കമ്പയറിംഗ് പെർഫോമൻസ് ഇയർ ടു ഇയർ. ഓരോ വർഷത്തെ പെർഫോമൻസ് കമ്പയർ ചെയ്യാൻ പറ്റുന്നു. ഓണേഴ്സിന്, ബാങ്ക്സ്, ഗവൺമെൻറ്റിനൊക്കെ ടൈംലി ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നു. മേക്ക് ടാക്സ് അസസ്മെൻറ്റ് ഈസിയർ. ടാക്സ് അസസ്മെൻറ്റ് ഈസിയർ ആവുന്നു. ബഡ്ജറ്റിംഗ് ആൻഡ് പ്ലാനിങ്ങിന് സഹായിക്കുന്നു. താങ്ക്